എന്തിന്റെ പേരിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൾഫ് യാത്ര നടത്തുന്നത്? പ്രവാസികൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ യാത്ര തന്നെ ഒരു സംശയത്തിന്റെ നേരിലാണ്. കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നിഷേധിച്ചിരിക്കുക. നമ്മുടെ കേരള മുഖ്യമന്ത്രി ഒരു ഗൾഫ് പര്യടനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി ഇന്ന് ഡൽഹിയിലൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരു സാഹചര്യമാണ്. പ്രവാസി മലയാളികൾക്ക് വേണ്ടി മലയാളി സമാജം ഒരുക്കുന്ന പരിപാടി എന്ന പേരിൽ ഒരു പ്രഹസനമായി തന്നെ ഇതിനെ നമ്മൾക്ക് കാണാൻ കഴിയും. കാരണം ഇദ്ദേഹം ഈ ഗൾഫ് യാത്രയുമായി ഈ സമയത്ത്, അതായത് ഇപ്പൊ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, അത് കഴിഞ്ഞാൽ ഒരു 3-4 മാസങ്ങൾ കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തിന്റെ പേരിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൾഫ് യാത്ര നടത്തുന്നത്? പ്രവാസികൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? ഒട്ടനവധി ഗൾഫ് യാത്രകളും വിദേശ യാത്രകളും ഒക്കെ നടത്തിയിട്ടുള്ള നമ്മുടെ ബഹു എന്ന് ഇപ്പോൾ ഉൾപ്പെടുത്തണം, ബഹു മുഖ്യമന്ത്രിയും ബഹു മന്ത്രിമാരും നമ്മുടെ ഖജനാവ് കാലിയാക്കുക എന്നല്ലാതെ അവര് ഒരു ടൂർ അടിക്കുക എന്നതിലുപരി ഈ സമൂഹത്തിനോ ഈ കേരളത്തിനോ ഈ കേരളത്തിൽ ഉൾപ്പെട്ട പ്രവാസികൾക്കോ ഒരു പ്രയോജനവും ഇല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ യാത്ര തന്നെ ഒരു സംശയത്തിന്റെ നേരിലാണ്. കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നിഷേധിച്ചിരിക്കുകയാണ്. 2 ദിവസം അദ്ദേഹം ഡൽഹിയിലും മറ്റും എത്തിയതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുള്ളത്. ഒരു കാരണവും കൂടാതെ അദ്ദേഹത്തിന്റെ യാത്ര മുടക്കണമെങ്കിൽ അതിൽ നമ്മൾക്കൊരു ദുരൂഹത കാണാനില്ലേ എന്നുള്ളത് കൂടി ഇതിൽ മനസ്സിലാക്കണം. കാരണം ഇത് മറ്റെന്തോ ഒരു വിഷയത്തിനുള്ള ഒരു തുടക്കം കുറിക്കലാണ്. ഈ വിഷയത്തിന്റെ പേര് പറഞ്ഞ് ഡൽഹിയിൽ വന്ന് മറ്റുള്ള പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും മറ്റുമൊക്കെ കണ്ട് മറ്റെന്തോ ഡീലുകൾ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രസഹനം മാത്രമായി ഇതിനെ കാണാൻ കഴിയുമോ? ഒട്ടനവധി യാത്രകൾ നടത്തിയിട്ടും പ്രവാസികൾക്ക് ഇന്നേ വരെ ഒരു ഗുണവുമില്ലാത്ത ഗവൺമെന്റാണ് ഈ കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് അധികാരമേറ്റതിന് ശേഷം 2016 അദ്ദേഹം നമ്മുടെ ദുബായിൽ വെച്ച് ഒരു വലിയ ജനസമൂഹത്തെ സാക്ഷി നിർത്തി അദ്ദേഹം വലിയ ഒരു പ്രഖ്യാപനങ്ങൾ തന്നെ നടത്തുകയുണ്ടായി. ആ പ്രഖ്യാപനങ്ങൾ ഇന്ന് അതിൽ ഒരു കാര്യവും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 6 മാസക്കാലം ഇവിടെ ജോലി ചെയ്ത് ആ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 6 മാസത്തെ ശമ്പളം, സ്പെഷ്യൽ പെൻഷൻ നടപ്പാക്കാൻ കഴിഞ്ഞു. കേരള ഗവൺമെന്റിനെ കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രവാസികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിനുള്ള നമ്മുടെ സിലബസിലുള്ള മലയാള മീഡിയങ്ങൾ ഇവിടെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ കുറഞ്ഞ കാശിന് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഒട്ടനവധി വിഷയങ്ങളാണ് അന്ന് അദ്ദേഹം ആ സമൂഹത്തെ, ആ ഒരു ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി കൊടും തണുപ്പിൽ അദ്ദേഹം നടത്തിയ ആ ഒരു പ്രഖ്യാപനങ്ങൾ. ഒരു വിഷയം പോലും, ഒരു രൂപ പോലും അതിൽ പെൻഷനോ അല്ലെങ്കിൽ ഈ 6 മാസത്തെ ശമ്പളം പോയിട്ട് 1 മാസത്തെ ശമ്പളം, അത് കഴിഞ്ഞതിന് ശേഷമല്ലേ കോവിഡ് വന്നത്.
കോവിഡ് കാലത്ത് എന്താ ചെയ്തത്? നമ്മളെ പ്രവാസികൾ എന്താ ചെയ്തത്? പ്രവാസികൾ എന്തോ ഒരു മാരക രോഗങ്ങൾക്ക് അടിമയാകപ്പെട്ട ഒരു സമൂഹത്തെ പോലെ ഒരു കൂട്ടത്തെ പോലെ നമ്മളെ മാറ്റി നിർത്തി അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇവർ ഈ പ്രവാസികൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന എന്താണ്? ഈ കേരള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2 ടൈമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും ഇവർക്ക് പറയാൻ ഒന്നെങ്കിലും ഇവർക്കുണ്ടോ? ഇനിയും ഒരു സന്ദർശനവുമായിട്ട് ബഹ്റൈന്, സൗദി ഒക്കെ സന്ദർശനത്തിന് വരിക. അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? ഈ പ്രവാസി സമൂഹത്തെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കളിയാക്കുന്ന രൂപത്തിലല്ലേ ഇനി വരാൻ പോകുന്നത് നമ്മൾ ആലോചിക്കാം. ഇപ്പോ അദ്ദേഹം ഈ മാസം 17-ാം തീയതിയാണ്. അദ്ദേഹം ഇപ്പോഴും പെട്ടിയൊക്കെ എടുത്ത് നിൽക്കുക ഡൽഹിയിൽ. അത് ഒന്ന് ചുറ്റിക്കറങ്ങി അത് മറ്റ് ഡീലുകളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അനുമതി കിട്ടും എന്നുള്ള രൂപത്തിലുള്ള ഒരു 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 നാടകീയ രംഗങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ആ സമയത്ത് ഇനി അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. അദ്ദേഹം വരുന്നത് എങ്ങോട്ടാ? നമ്മുടെ പാവപ്പെട്ടവർ, ഞാനൊരു പ്രവാസിയാണ്. ഒരു പാവപ്പെട്ട പ്രവാസികളുള്ള വലിയ വലിയ പ്രവാസികൾക്ക്, വ്യവസായികൾക്ക്, അവിടെ കച്ചവടം കാര്യങ്ങളും നടത്തുന്നവർക്ക് അവർക്കൊന്നും പ്രയാസമില്ല. ഈ പാവപ്പെട്ട അവിടെ പല നിയമങ്ങളും പല പ്രശ്നങ്ങളിലും വന്നിട്ട് നാടടഞ്ഞ പ്രവാസികൾക്ക്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാനുള്ളവരാ. ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണോ ഇപ്പോൾ? കാരണം ഇദ്ദേഹം ഈ മാസം 17-ാം തീയതി ഇനിയില്ല, ഈ മാസം അങ്ങോട്ട് അനുമതി കിട്ടി വരികയാണെന്ന് ഉദ്ദേശിക്കുക. ഇദ്ദേഹം അവിടെ എത്തി ഈ ഒരു പരിപാടി കഴിഞ്ഞ് ബഹ്റൈന്, അതുപോലെ തന്നെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ, ജിദ്ദ, സൗദിയിലൊക്കെ വന്നിട്ട് പല പല പ്രഖ്യാപനങ്ങളും നടത്തുക. ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതൊക്കെ മീഡിയകളും ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയും ഇതൊരു ഒരു ഒരു അംഗീകാരമായി അത് നടപ്പാക്കി എന്നുള്ള രൂപത്തിലേക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്നത് നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റിലുമായിട്ട് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുക. അത് ഈ മാസത്തോടു കൂടി, ഈ മാസം 20-ാം തീയതിക്കുള്ളില് അതിന് നോട്ടിഫിക്കേഷൻ വരിക. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് നടപ്പാക്കാൻ കഴിയും അല്ലേ? അപ്പോ ആ ചട്ടങ്ങളൊക്കെ മറികടന്ന് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അത് കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞാൽ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. അപ്പൊ ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കി 2016 എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ ഈ 2025-ഉം 26-ലേക്ക് കാൽവെപ്പും അതുപോലെ തന്നെ ആക്കി പ്രവാസികളെ വഞ്ചിച്ച് അവരിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ പിരിച്ചെടുത്ത് ഈ പ്രവാസികളെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനിയും ഇവർ കടന്നു പോകുന്നത്. അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ആ വിഷയത്തോട് യോജിക്കാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുടെ പരിപാടികൾ പങ്കെടുക്കാനോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. കാരണം ഇത് അവരുടെ ഒരു ടൂറാണ്. ഈ ടൂർ പാക്കേജ് നമ്മുടെ ഖജനാവ് മുഴുവൻ കാലിയാണ്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥർക്ക്. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാൻ കഴിയാതെ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയാതെ, നമ്മുടെ കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള സഹായങ്ങൾ വിതരണം ചെയ്യാതെ, എന്തിനേറെ പറയുന്നു, ഒരു നമ്മളെ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾക്ക് പോലും കാശ് കൊടുക്കാൻ കഴിയാത്ത ഒരു കേരള ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് ഇനി പ്രവാസ ലോകത്തൊക്കെ വന്ന് ആ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ എന്ത് ചെയ്യാനാണ്? ഇതിന്റെ പേരിൽ കുറച്ചും കൂടെ കടമൊക്കെ എടുത്ത് ഇനിയും ഈ നാട്ടിലുള്ള ഈ ആളുകളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൾഫ് പര്യടനമൊക്കെ നടത്തുന്നത് എന്നുള്ളതിൽ നമ്മൾക്ക് ഒരു തർക്കവുമില്ല. ഇപ്പോ അവിടെ സ്വാഗത സംഘം ഒക്കെ രൂപീകരിച്ചു കഴിഞ്ഞു. ഈ സ്വാഗത സംഘം രൂപീകരിക്കുന്നത് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി UDF സംവിധാനത്തിലുള്ള നമ്മുടെ OICC KMCC പോലെയുള്ള സംഘടനകളൊക്കെ അത് ബഹിഷ്കരിച്ചു കഴിഞ്ഞു.
ആ ബഹിഷ്കരണം എന്തിനാണ്? കാരണം ഇത് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഈ പാവപ്പെട്ട പ്രവാസികൾക്കറിയാം. അപ്പൊ ഇത്തരം സംഘടനകളൊന്നും ഇതിനോട് അനുകൂലിക്കുന്നില്ല. ഇവര് വന്നിട്ട് നമ്മുടെ എന്താ പറയാ അയ്യപ്പ സംഗമം നടത്തിയതുപോലെ അയ്യപ്പ സംഗമം 3 വേദികളിലായി നടന്നിട്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ള അതിന്റെ നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ പോലും ആള് കുറഞ്ഞു പോയി. എന്താ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതുപോലെയുള്ള വേദികളാക്കി മാറ്റി ഇവരുടെ ഈ ഒരു പര്യടനം പൂർത്തിയാക്കി അവർ ഗൾഫൊക്കെ ഒന്ന് സന്ദർശിച്ച് അവര് ടൂറ് പാക്കേജാക്കി മാറ്റി പോരുക എന്നല്ലാതെ പ്രവാസികൾക്ക് എന്ത് നേടാനാണ്? മുഴുവൻ കട്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്തിന്റെ പേരിൽ ഒരു നോട്ടമിട്ടോ അത് സ്വന്തമാക്കുക എന്നുള്ള രൂപത്തിലേക്ക് പോകുന്ന ഒരു കേരള ഗവൺമെന്റും അതിന്റെ മന്ത്രിമാരും. ഏത് മേഖലയും ഇത് സമസ്ത മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുക. ഏത് മേഖല നോക്കിയാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആഭ്യന്തരം, ഏത് മേഖല നമ്മൾ എടുത്ത്, അതേപോലെ തന്നെ ആരോഗ്യം, നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഊന്നിക്കഴിഞ്ഞാൽ ആ 3 വിഷയങ്ങളും അമ്പെ പരാജയപ്പെട്ട് കിടക്കുക. ഇപ്പോ ശബരിമലയിൽ നിന്നും നമ്മുടെ കട്ടിലെയും അതുപോലെ തന്നെ മറ്റ് സ്വർണപ്പാളികളും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നമ്മൾ ഇപ്പൊ കത്തി നിൽക്കുക കേരളമാകെ. ഇത് തലയിൽ ഇരുട്ടി വീണതുപോലെയായി. കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റി അതിന് നേതൃത്വം കൊടുത്തൊരു സർക്കാർ, അതിന് നേതൃത്വം കൊടുത്തൊരു പോലീസ് സംവിധാനം, ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പ്രശ്നപരിഹാരം നടത്തുക. അതൊരു ഇരുട്ടി വീണതുപോലെയായി ഈ നമ്മുടെ ഇപ്പൊ ഈ സ്വർണ്ണപ്പാടിയും അതുപോലെ തന്നെ കട്ടിലയും ഒക്കെ ചെമ്പായി മാറിയിരിക്കുക. എന്തൊരു അത്ഭുതമാണ് നോക്കണം. ഒരു വളരെ സത്യാവസ്ഥ നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നുക. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക്, ഒരു അവിശ്വാസിയാവട്ടെ, ഒരു നിരീശ്വരവാദിയാവട്ടെ, ഒരു ആരാധനാലയത്തിന്റെ ഒരു കണികയിലെങ്കിലും തൊടാൻ പോലും ധൈര്യമില്ലാത്ത നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളുമുള്ള ഒരു നാട്ടില് അവര് പോലും ഓർക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഇന്നിത് സംഭവിച്ചത്. ഒരു ഗവൺമെന്റ് അറിയാതെ, ഒരു ദേവസ്വം ബോർഡ് അറിയാതെ, ദേവസ്വം ഉദ്യോഗസ്ഥന്മാരറിയാതെ ഇത് സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു. അത് അയ്യപ്പന്റെ വിശ്വാസമാണ്. ആ അയ്യപ്പ സംഗമം നടത്തിയ ഇവർക്ക് തന്നെ ഇട്ടുകൊടുത്ത ഒരു ഇരുട്ടിയാണ് ഇത് ഇപ്പോ വെളിച്ചത്ത് കൊണ്ടുവന്നത്. കാരണം അതുകൊണ്ടെങ്കിലും ഇനി തുടർ ഭരണത്തിലേക്കോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രതികരണത്തിൽ നിന്ന് മാറാൻ നോക്കിയതാണ്. പക്ഷെ അതിലും വലിയൊരു പ്രയാസത്തിലേക്ക് അതൊക്കെ മാറ്റിവെക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പറഞ്ഞ്, അതായത് ഈ വിഷയമാണ് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗൾഫ് യാത്രയുമായി ഇപ്പോ ഒരു മുന്നോട്ട്